നമസ്കാരം. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരാജയ കാരണം അവലോകനം ചെയ്തുകൊണ്ട് CPM-ന്റെ ജില്ലാതല സംസ്ഥാനതല കേന്ദ്ര കമ്മിറ്റികളിലെല്ലാം അവലോകന യോഗങ്ങൾ പെരുക്കുകയാണ്, കൊഴുക്കുകയാണ്. 99% ജില്ലാ കമ്മിറ്റികളിലും പിണറായി വിജയന്റെ ഭരണവിരുദ്ധ വികാരം തന്നെയാണ് CPM-ന്റെ ദയനീയമായ പരാജയത്തിന് തോൽവി എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇന്നിപ്പോൾ കേന്ദ്ര കമ്മിറ്റിയും പിണറായി വിജയനെയും സംസ്ഥാന നേതൃത്വത്തെയും കുടഞ്ഞു പെറുക്കി അടുക്കിക്കൊണ്ട് തന്നെയാണ് അതിരൂക്ഷമായ രീതിയിൽ വിമർശനം നടത്തിയിരിക്കുന്നത്. കേരളത്തിലെ CPM-ന്റെ ദയനീയമായ പരാജയത്തിൻ്റെ കാരണം കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തിയത് കേരളത്തിലെ ദളിത്, ഈഴവ, പിന്നോക്ക വിഭാഗങ്ങളുടെ വോട്ടുകൾ LDF-ന് ലഭിച്ചില്ല. CPM-ൽ നിന്നും LDF-ൽ നിന്നും, അതായത് ഇടതുപക്ഷത്തിൽ നിന്നും സാധാരണ ജനങ്ങൾ അകന്നു പോയിരിക്കുന്നു. ഇടതുപക്ഷത്തിൻ്റെ സ്ഥിരം കോട്ടകളായിരുന്ന പല സ്ഥലങ്ങളും പാർട്ടിയുടെ കയ്യിൽ നിന്നും വഴുതിപ്പോയി എന്ന് തന്നെയാണ് കേന്ദ്ര കമ്മിറ്റിയിൽ ഉയർന്ന അഭിപ്രായങ്ങളും. പിണറായി വിജയനെയും MV ഗോവിന്ദനെയും അതിനിശിതമായ ഭാഷയിൽ തന്നെയാണ് സീതാറാം യെച്ചൂരി അടക്കമുള്ളവർ കുടഞ്ഞു പെറുക്കിയത്. ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിലും അതിരൂക്ഷമായ വിമർശനമാണ് ഉയർന്നത്. മാത്രമല്ല, ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഞെട്ടിക്കുന്ന മറ്റൊരു വെളിപ്പെടുത്തൽ കൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. ആലപ്പുഴയിൽ BJP-യുടെ സ്ഥാനാർത്ഥിയായ ശോഭാ സുരേന്ദ്രൻ മിന്നുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത്. അവർ അവിടെ ജയിക്കേണ്ടത് തന്നെയായിരുന്നു. കാരണം CPM-ന്റെ സ്ഥാനാർത്ഥി അവിടെ അത്രയേറെ ദുർബലനായിരുന്നു. ആരിഫ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, അതായത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന് കേരളത്തിൽ ലഭിച്ച ആകെ ഒരു സീറ്റ് ആലപ്പുഴയിൽ ആരിഫിൻ്റെ സീറ്റ് മാത്രമായിരുന്നു, ആരിഫിൻ്റെ വിജയം മാത്രമായിരുന്നു. എന്നാൽ അതിനുശേഷം ആരിഫ് ഇക്കുറി ആലപ്പുഴയിൽ മത്സരിക്കുമ്പോൾ തീരെ ദുർബലനായിരുന്നു. ജനങ്ങൾക്കിടയിൽ യാതൊരു തരത്തിലുള്ള അഭിപ്രായ സമന്വയവും നേടിയെടുക്കുവാൻ ആരിഫ് എന്ന സ്ഥാനാർത്ഥിക്ക് സാധിച്ചില്ല എന്നാണ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റി എടുത്തു പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം അവർ അടിയുറച്ചു വിശ്വസിക്കുന്നു. അവർ ഞെട്ടിക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ വാർത്ത പറഞ്ഞത്. ശോഭാ സുരേന്ദ്രന്റെ മിന്നുന്ന പ്രകടനമായിരുന്നു. ആലപ്പുഴയിൽ ഇടതുപക്ഷത്തിന്റെ സ്ഥിരം കോട്ട കൊത്തളങ്ങൾ ഇടിച്ചു തകർത്തുകൊണ്ട് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ മുന്നേറിയത്. അവർ തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കേണ്ടത് തന്നെയായിരുന്നു. കർഷക വിഭാഗത്തിൻ്റെയും കയർ തൊഴിലാളി വിഭാഗത്തിൻ്റെയും മത്സ്യത്തൊഴിലാളി വിഭാഗത്തിൻ്റെയും SNDP-യുടെയും മറ്റു പിന്നോക്ക ഈഴവ ദളിത് വിഭാഗങ്ങളുടെയും എല്ലാം വോട്ടുകൾ ഒരുപോലെ തന്നെ സ്വാംശീകരിക്കുവാൻ ശോഭാ സുരേന്ദ്രനായി എന്നുള്ളതാണ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റി വിലയിരുത്തിയത്. ഒരുപക്ഷെ UDF-ന്റെ സ്ഥാനാർത്ഥിയായി ആലപ്പുഴയിൽ KC വേണുഗോപാൽ മത്സരിക്കുവാൻ എത്തിയില്ലായിരുന്നുവെങ്കിൽ ശോഭാ സുരേന്ദ്രൻ മിന്നുന്ന വിജയം അവിടെ കാഴ്ചവെക്കുമായിരുന്നു, വലിയ ഭൂരിപക്ഷത്തിന് ജയിക്കുമായിരുന്നു എന്ന് തന്നെയാണ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റി അതിനിശിതമായ ഭാഷ തന്നെ ആരിഫിനെയും സംസ്ഥാന നേതൃത്വത്തെയും അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഇങ്ങനെയൊരു റിപ്പോർട്ട് തയ്യാറാക്കിയത്. MV ഗോവിന്ദനും പിണറായി വിജയനും തന്നെയാണ് പാർട്ടിയുടെ പതനത്തിന് കാരണമാക്കിയത് എന്ന് തന്നെയാണ് മുതിർന്ന നേതാക്കൾ എല്ലാവരും ജില്ലാ കമ്മിറ്റിയിൽ തുറന്നടിച്ചത്. എന്നാൽ G. സുധാകരന്റെ ചില പ്രവർത്തനങ്ങൾ പാർട്ടിയോട് ആലോചിക്കാതെയാണ് ചെയ്തത് എന്ന് G. സുധാകരന്റെ എക്കാലത്തെയും ശത്രുവായ S. സലാം ആഞ്ഞടിക്കുകയുണ്ടായി. S. സലാമിന് നേരത്തെ തന്നെ G. സുധാകരൻ വളരെ വിമർശനാത്മകമായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പ്രതിഫലനം എന്നോണം തന്നെയാണ് ഇപ്പോൾ S. സലാം ജില്ലാ കമ്മിറ്റിയിൽ G. സുധാകരനെതിരെ ആഞ്ഞടിച്ചത്. എന്നാൽ മറ്റൊരു വിഭാഗം സംസ്ഥാന നേതൃത്വത്തിന്റെ വാക്ക് കേട്ടുകൊണ്ട് വെള്ളാപ്പള്ളി നടേശനെ എതിർക്കുവാൻ ഒരു കാരണവശാലും തയ്യാറായിരുന്നില്ല. എന്നും പിണറായി വിജയനോടൊപ്പം അല്ലെങ്കിൽ LDF-നോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്നിരുന്ന വെള്ളാപ്പള്ളി നടേശൻ ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് പാലം വലിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് പിണറായി വിജയൻ മനസ്സിലാക്കിയതും. ഇതിന്റെ ഗർവിൽ തന്നെയാണ് MV ഗോവിന്ദനെ ചുമതലപ്പെടുത്തി വെള്ളാപ്പള്ളി നടേശൻ എന്ന സാമുദായിക നേതാവിനെ അറഞ്ചം പുറഞ്ചം ആക്രമിക്കുവാൻ വേണ്ടി ചുമതലപ്പെടുത്തിയത്. MV ഗോവിന്ദൻ എന്ന സംസ്ഥാന അധ്യക്ഷൻ പിണറായി വിജയൻ എന്ന നേതാവിന്റെ പാദദാസനായതുകൊണ്ട് തന്നെ പിണറായി പറഞ്ഞത് അക്ഷരം പ്രതി അനുസരിക്കുകയായിരുന്നു. വെള്ളാപ്പള്ളി കാല് വലിച്ചത് കൊണ്ടാണ് കേരളത്തിൽ LDF-ന് ഇത്ര ദയനീയമായ പരാജയം ഉണ്ടാകാൻ കാരണം എന്ന് MV ഗോവിന്ദൻ തുറന്നടിക്കുകയായിരുന്നു. എന്നാൽ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിൽ പിണറായി വിജയനെയും MV ഗോവിന്ദനെയും അതിരൂക്ഷമായ രീതിയിൽ തന്നെയാണ് വിമർശിച്ചത്. കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വടക്കൻ ജില്ലകളിലെല്ലാം എങ്ങനെയാണ്, മലബാറിലൊക്കെ എങ്ങനെയാണ് LDF-ന് വളരെ ദയനീയമായ തോൽവി നേരിടാൻ കാരണം? അത്തരം ഭാഗങ്ങളിൽ വെള്ളാപ്പള്ളി നടേശന് നിർണായകമായ സ്വാധീനമൊന്നും ഇല്ലല്ലോ എന്ന് തന്നെയാണ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റി തുറന്നടിച്ചത്. ഫലത്തിൽ വെള്ളാപ്പള്ളി നടേശനെ എതിർക്കുവാൻ പോകുന്ന ശക്തിയുള്ള ആലപ്പുഴയിൽ CPM-ന് നേതാക്കളില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, വെള്ളാപ്പള്ളി നടേശൻ ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ഈഴവ വിഭാഗത്തിന്റെ വോട്ട് ബാങ്ക് തന്നെയാണ്. തീർച്ചയായിട്ടും ആലപ്പുഴയിൽ ഈഴവ വിഭാഗത്തിന് വലിയൊരു ശതമാനം വോട്ടാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ MV ഗോവിന്ദന്റെയും പിണറായി വിജയന്റെയും വാക്ക് കേട്ട് വെള്ളാപ്പള്ളി നടേശനെ ഏതെങ്കിലും തരത്തിൽ പ്രകോപിപ്പിക്കുകയാണെങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 8 നിലയിൽ പൊട്ടും എന്നുള്ളത് ഇപ്പോൾ ആലപ്പുഴയുടെ ജില്ലാ ചുമതലയുള്ള S. സലാമിനും ചിത്തരഞ്ജനുമെല്ലാം അറിയാം.
അതുകൊണ്ട് തന്നെ സംസ്ഥാന നേതൃത്വത്തെ ഇക്കാര്യത്തിൽ തള്ളിക്കൊണ്ട് അവർ വെള്ളാപ്പള്ളി നടേശനെ തള്ളിപ്പറയുവാൻ ഒരു കാരണവശാലും തയ്യാറായിരുന്നില്ല. വെള്ളാപ്പള്ളി മാത്രമല്ല തോൽവിയുടെ പരാജയം എന്ന് തന്നെയാണ് പറഞ്ഞത്. LDFിന്റെ പരാജയത്തിന് മറ്റു പല കാരണങ്ങളും ഉണ്ടാകാം. മലബാറിലും വടക്കൻ ജില്ലകളിലും വെള്ളാപ്പള്ളിക്ക് നിർണായകമായ സ്വാധീനമില്ലാതിരുന്നിട്ട് പോലും എന്തുകൊണ്ടാണ് LDF ദയനീയമായി പരാജയപ്പെട്ടത് എന്നുകൂടി എസ് സലാമും ചിത്തരഞ്ജനുമെല്ലാം തുറന്നടിക്കുകയായിരുന്നു. അതായത് വെള്ളാപ്പള്ളി നടേശനല്ല LDFിന്റെ പരാജയത്തിന് കാരണം എന്നാണ് അവർ സമർത്ഥിക്കാൻ ശ്രമിച്ചത്. ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിൽ എസ് ചിത്തരഞ്ജനും സലാമുമെല്ലാം ഇത് വളരെ ബുദ്ധിപൂർവ്വം തന്നെയാണ് പറഞ്ഞത്. കാരണം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ സ്ഥാനാർത്ഥിയായി വരാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളാണ് ഇരുവരും. അതുകൊണ്ട് തന്നെ വെള്ളാപ്പള്ളി നടേശനെ ഏതെങ്കിലും തരത്തിൽ പ്രകോപിപ്പിക്കുവാൻ ഇവർ തയ്യാറായിരുന്നില്ല എന്ന് തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആലപ്പുഴയിൽ ആരിഫിനെ സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുത്ത് തന്നെ പാർട്ടിക്ക് പറ്റിയ ഏറ്റവും വലിയ മണ്ടത്തരമാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്നു വന്ന വികാരം. ആലപ്പുഴയ്ക്ക് ചേർന്ന സ്ഥാനാർത്ഥി തോമസ് ഐസക് തന്നെയായിരുന്നു. തോമസ് ഐസക്കിനെ ആലപ്പുഴയിൽ നിന്ന് മാറ്റി പകരം ആരിഫിനെ മത്സരിപ്പിക്കുക വഴി ദയനീയമായ പരാജയത്തിലേക്ക് CPMനെ കൈപിടിച്ച് നയിക്കുകയായിരുന്നു MP ഗോവിന്ദനും പിണറായി വിജയനും എന്ന് തന്നെയാണ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഉയർന്നു വന്ന ആക്ഷേപങ്ങളും ആരോപണങ്ങളും. MP ഗോവിന്ദനെ ഉപയോഗിച്ചുകൊണ്ട് പിണറായി വിജയൻ വെള്ളാപ്പള്ളി നടേശനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങളാണ് അഴിച്ചുവിട്ടുകൊണ്ടിരുന്നത്. വെള്ളാപ്പള്ളി നടേശൻ ആദ്യം തന്നെ BDJS വഴി തുഷാർ വെള്ളാപ്പള്ളിയെ BJPയിലേക്ക് എത്തിച്ചു. പിന്നീട് ഭാര്യയെ ശോഭാ സുരേന്ദ്രന്റെ ഇലക്ഷൻ പ്രചരണത്തിന് വേണ്ടി BJPക്ക് വേണ്ടി രംഗത്തിറക്കി. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ തന്നെ പാലം വലിച്ച് BJPക്ക് CPMന്റെ വോട്ടുകളെല്ലാം ചോർത്തി കൊടുത്തു എന്ന രീതിയിൽ തന്നെയാണ് MP ഗോവിന്ദൻ തുറന്നടിച്ചത്. MP ഗോവിന്ദൻ ഇത് പറയുവാൻ കാരണം പിണറായി വിജയൻ MP ഗോവിന്ദന്റെ ചെവിയിൽ ഓതിക്കൊടുത്ത മന്ത്രത്തിന്റെ ഫലം തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ കേരളത്തിലെ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത്. പക്ഷേ വെള്ളാപ്പള്ളി നടേശനെ ഏതെങ്കിലും തരത്തിൽ പ്രകോപിപ്പിച്ചുകൊണ്ട് ആലപ്പുഴയിൽ ഒരു കാരണവശാലും മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് CPM ആലപ്പുഴ ജില്ലാ ഘടകങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് തന്നെ അവർ ഇക്കാര്യത്തിൽ വളരെ സസൂക്ഷ്മമായ നിരീക്ഷണം നടത്തിയത്. വെള്ളാപ്പള്ളിയെ ഒരു കാരണവശാലും പ്രകോപിപ്പിക്കുവാൻ ഇവർ തയ്യാറായിരുന്നില്ല. അപ്പോഴും അവർ എടുത്തു പറയുന്ന ഒരു കാര്യം തന്നെയുണ്ട്. ആലപ്പുഴയിൽ KC വേണുഗോപാൽ അല്ല UDFിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചതെങ്കിൽ തീർച്ചയായും ശോഭാ സുരേന്ദ്രൻ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചേനെ, മിന്നുന്ന ജയം കാഴ്ചവെച്ചേനെ. അതായത് അത്രത്തോളം വലിയ ഒരു മുന്നേറ്റമാണ് ശോഭാ സുരേന്ദ്രൻ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉണ്ടാക്കിയത്. എല്ലാ വിഭാഗങ്ങളുടെയും വോട്ടുകൾ സ്വരൂപിക്കുവാൻ ശോഭാ സുരേന്ദ്രൻ എന്ന നേതാവിന് സാധിച്ചു. ഇത് BJPയുടെ തേരോട്ടം തന്നെയാണ്. എക്കാലത്തെയും ചുവപ്പിന്റെ കോട്ടയെന്ന് വിശേഷിപ്പിച്ചിരുന്ന CPMന്റെ ഉറച്ച കോട്ടകൊത്തളങ്ങൾ ആയി വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ആലപ്പുഴ ഇപ്പോൾ തീർത്തും BJPയുടെ കൈകളിലേക്ക് പോയിരിക്കുന്നു. കൃത്യമായ രീതിയിൽ തന്നെ BJP ആലപ്പുഴയിൽ മേധാവിത്വം നേടിയിരിക്കുന്നു, മേൽക്കൈ നേടിയിരിക്കുന്നു എന്ന് തന്നെയാണ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഉയർന്നു വന്ന വിമർശനങ്ങൾ. ഇതിനെതിരെ കൃത്യമായ രീതിയിൽ പാർട്ടിക്ക് പ്രതികരിക്കാനോ പ്രവർത്തിക്കാനോ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ CPMന് ദയനീയമായ പരാജയം, അതായത് ഈ കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതിനേക്കാൾ അതിദയനീയമായ പരാജയം ഉണ്ടാകും എന്ന് തന്നെയാണ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റി എടുത്തു പറഞ്ഞത്. ഇതിനിടയിൽ കേന്ദ്ര കമ്മിറ്റിയിൽ സീതാറാം യെച്ചൂരി അടക്കമുള്ള നേതാക്കൾ പിണറായി വിജയനെതിരെയും കേരളത്തിലെ സംസ്ഥാന ഭരണത്തിനെതിരെയും അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉയർത്തിയിരിക്കുന്നു. പിണറായി വിജയൻ തലസ്ഥാനത്ത് നിന്നും, അതായത് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും ഒരുപക്ഷെ മാറി നിൽക്കേണ്ടതായ രീതിയിലേക്കുള്ള ചില തീരുമാനങ്ങൾ കേന്ദ്ര കമ്മിറ്റിയിൽ എടുക്കുവാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് അറിയുന്നത്. എന്തായാലും CPMൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയന്റെ നില ഒട്ടും സുഭദ്രമല്ല. ഏത് നിമിഷവും ഒരു നേതൃമാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കേന്ദ്ര കമ്മിറ്റിയിൽ സജീവമായ ചർച്ചകൾ ഉരുത്തിരിഞ്ഞു വരുന്നു. തീർച്ചയായും പിണറായി വിജയന്റെ തലയ്ക്ക് മുകളിൽ തൂങ്ങുന്ന ഒരു വാള് തന്നെയായി മാറുന്നു കേന്ദ്ര കമ്മിറ്റി. ഇനി വരുന്ന ആളുകളിൽ ഒരുപക്ഷെ പിണറായി വിജയൻ തൽസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കേണ്ടതായി വരും. പിണറായിയുടെ മുഖ്യമന്ത്രി പദം തെറിക്കും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും പിണറായി വിജയനെതിരെയും അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലാ കമ്മിറ്റികളും പിണറായി വിജയനെതിരെ അതിരൂക്ഷമായ വിമർശനം ഉയർത്തിയ സാഹചര്യത്തിൽ പിണറായി വിജയൻ നേതൃത്വ സ്ഥാനത്ത് നിന്ന് മാറി മുഖ്യമന്ത്രി പദം ഒഴിഞ്ഞ് മറ്റേതെങ്കിലും തരത്തിൽ പ്രവർത്തിക്കേണ്ടതായി വരും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. അത്തരം കാര്യങ്ങൾ നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.